മഴ ഭൂമിയിലെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഭൂമിയുടെ ഉത്ഭവത്തിൽ ചുട്ടുപഴുത്ത ഭൂമിയെ തണുപ്പിച്ചത് മഴയാണ്. നമ്മളിന്ന് കാണുന്ന പുഴകളുടെയും കായലുകളുടെയും സമുദ്രങ്ങളുടെയും ഉത്ഭവത്തിന് കാരണവും മഴ തന്നെയാണ്. നമ്മുടെ ഭൂമിയിൽ ജീവനുണ്ടാകുവാനും കാരണമായത് മഴ തന്നെ. എന്നാൽ എങ്ങനെയായിരിക്കും ഭൂമിയിൽ ആദ്യം മഴ പെയ്തത്? എന്നായിരിക്കും ഭൂമിയിൽ ആദ്യം മഴ പെയ്തത്? നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ ഭൂമിയിൽ ജീവനുണ്ടാകുവാനും ശുദ്ധജലം എത്തുവാനും കാരണമായത് മഴയാണ്. എന്നാൽ ഇതേ മഴയ്ക്ക് തന്നെ ജീവൻ നശിപ്പിക്കുവാനും കഴിയും, അതും പ്രളയത്തിൻ്റെ രൂപത്തിൽ. അങ്ങനെയൊരു പ്രളയമാണ് ഭൂമിയുടെ ഉത്ഭവത്തിൽ ചുട്ടുപഴുത്ത ഭൂമിയെ തണുപ്പിക്കുവാനും ഭൂമിയിൽ ജലം നിറയ്ക്കുവാനും സഹായിച്ചത്. ഭൂമിയിൽ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഉത്തരം ഭൂമിയിലെ ജലം നീരാവിയായി ആകാശത്തിലേക്ക് ഉയർന്ന് ശേഷം അത് തണുത്ത് മഴയായി പെയ്യുന്നു എന്നാണ്. എന്നാൽ ചുട്ടുപഴുത്ത ഭൂമിയിൽ എവിടെ നിന്നാവും ഉത്ഭവ സമയത്ത് നീരാവി ഉണ്ടായത്? ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പൊടിപടലങ്ങളും പലതരം വാതകങ്ങളും കൂടിച്ചേർന്നാണ് ചുട്ടുപൊള്ളുന്ന ഭൂമി രൂപപ്പെടുന്നത്. അങ്ങനെ സാവധാനം ഭൂമിയുടെ ഉൾവശം തണുക്കുവാൻ തുടങ്ങി. അതോടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി പലതരം വാതകങ്ങൾ പുറത്തേക്ക് വന്നു. അതിൽ നീരാവിയും കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഉൾപ്പെടുന്നു. ഭൂമി കൂടുതൽ തണുത്തതോടെ നീരാവി കട്ടിയായി മേഘങ്ങളായി മാറി. ശേഷം ആ മേഘങ്ങൾ മഴയായി പെയ്യുവാൻ തുടങ്ങി. ഈ പ്രവർത്തനം ലക്ഷക്കണക്കിന് വർഷങ്ങൾ തുടർന്നു. അങ്ങനെ ഭൂമിയിൽ നദികളും സമുദ്രങ്ങളും ഉണ്ടായി. ഇനി എന്നായിരിക്കാം ഭൂമിയിൽ ആദ്യമായി ഒരു മഴ പെയ്തത്? അതറിയുവാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാം. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ജാക്ക് ഹിൽസിൽ നിന്നാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള പുറന്തോടിൽ രൂപപ്പെട്ട മിനറലായ സിർക്കോൺ നമുക്ക് കിട്ടുന്നത്. സിർക്കോണിലെ ഓക്സിജൻ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് സിർക്കോൺ ഉണ്ടായത് 320 കോടി മുതൽ 420 കോടി വർഷങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിലാണെന്നാണ്. ഈ സിർക്കോൺ രൂപപ്പെട്ട സമയത്ത് ഉരുകിയ പാറയിലേക്ക് ശുദ്ധജലം വീണതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിൽ ആദ്യമായി ഒരു മഴ പെയ്യുന്നത് 320 കോടി മുതൽ 420 കോടി വർഷങ്ങൾക്കിടയിലായിരുന്നു. മഴ ഭൂമിയിലെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്.